السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കും. മഹാനായ ഷെയ്ഖുൽ ജാമിഅ, ആയിരക്കണക്കായ ഗുരുവര്യരുടെ ഗുരുനാഥൻ മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞു. അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അള്ളാഹു അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പ്രിയപ്പെട്ടവരെ, ചെറുപ്പകാലം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് മഹാനായ ഷെയ്ഖുന. തൻ്റെ 18-ാമത്തെ വയസ്സ് മുതൽ സ്വന്തം നാട്ടിൽ ഖാദിയും ഖത്തീബുമായി അന്ന് മുതൽ ഇന്ന് വരെ ആ പദവിയിൽ തുടരാൻ, അതോടൊപ്പം ആയിരക്കണക്കായ മഹാന്മാരായ ആലിമ്യങ്ങൾ ജാമിഅ നൂരിയയിലൂടെയും ദർസിലൂടെയും ധാരാളം മഹാന്മാരായ ആലിമ്യങ്ങളെ വാർത്തെടുക്കാൻ സൗഭാഗ്യം ലഭിച്ചവർ, ഒരുപാട് മഹല്ലത്തിൻ്റെ ഖാദി എന്ന മഹാപദവിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്നവർ, ലോകത്ത് തന്നെ അതുല്യമായ പണ്ഡിത പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ അള്ളാഹുവിൻ്റെ ദീനിന് നേതൃത്വം നൽകാൻ സൗഭാഗ്യം ലഭിച്ചവർ, ഇങ്ങനെയെല്ലാം കൊണ്ടും അള്ളാഹുവിൻ്റെ മഹാ തൗഫീഖ് ലഭിച്ച മഹാനായ ഷെയ്ഖുന അതിലേറെ ലാളിത്യം കൊണ്ടും അങ്ങേയറ്റത്തെ സ്വഭാവ മഹിമ കൊണ്ടും വിനയം കൊണ്ടും സൂക്ഷ്മത കൊണ്ടും അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകാൻ, സദാസമയം ദിക്റിലും ഫിക്റിലുമായി മുഴുകാൻ അള്ളാഹു തൗഫീഖ് നൽകിയ മഹാനായ ഷെയ്ഖുന അവരുടെ വിടവാങ്ങൽ വേളയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരു വേള നമ്മളും അള്ളാഹുവിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങേണ്ടവരാണ്. സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. താങ്കൾ ദുനിയാവിൽ ഒരു വിദേശിയെപ്പോലെ കഴിയണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അതിലേറെ ആലമുൽ അർവാഹിലും തുടങ്ങി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് വന്നു. നമ്മുടെ ശൈശവം കഴിഞ്ഞു, നമ്മുടെ യുവത്വം പിന്നിട്ടു, അവസാനം വാർദ്ധക്യത്തിലെത്തി. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ വിധിക്കപ്പെട്ടവരാണ് നാം. ഒരുപക്ഷെ പ്രായം ചെല്ലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യുവത്വത്തിൽ അള്ളാഹു കണക്കാക്കിയ സമയത്ത് ലോകത്തോട് നമ്മൾ യാത്ര പറയേണ്ടി വരും. അങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മുടെ കൈവശം അള്ളാഹുവിങ്കിൽ വിജയിക്കാൻ സഹായകമാകുന്ന പുണ്യകർമ്മങ്ങൾ, നിഷ്കളങ്കമായ പുണ്യകർമ്മങ്ങൾ ധാരാളമുണ്ടാകണം. മഹാനായ ഷെയ്ഖുന നിഷ്കളങ്ക ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വില കൽപ്പിച്ചവരായിരുന്നു. നമ്മളും അവിടത്തെ മാതൃകയാക്കി സ്വഭാവം നന്നാക്കാനും കർമ്മങ്ങൾ നന്നാക്കാനും ജീവിത വിശുദ്ധി കൈവരിക്കാനും എല്ലാവരോടും സൽസ്വഭാവത്തോടെ പെരുമാറാനും നാം അവരെ മാതൃകയാക്കി പരിശീലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തഖ്വ എന്ന മഹാ സൽഗുണം കൈവരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, പരലോക ജീവിതത്തിന് വേണ്ടി, നാളത്തെ ജീവിതത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം, ചിന്തിക്കണം. വത്തഖുല്ലാഹ്, വീണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണം. ഒരേ ആയത്തിൽ തന്നെ 2 പ്രാവശ്യം അല്ലാഹു തഖ്വയെ പറയുന്നു. അതിനിടയിലാണ് നാളേക്ക് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ആലോചിക്കണമെന്ന് നമ്മോട് പറയുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നാം പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു സൂക്ഷ്മമായി അറിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാവണം. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ച് മരിച്ചുപോയി. മഹാനായ ഷെയ്ഖുനായെ പോലെയുള്ള മഹാന്മാരായ മനുഷ്യർ യമൂത്തുൽ മർഉ വൽ ആസാറു തഹയ്യ,
വയബ്ഖാ ദിക്റുഹു തൂലസ് സമാനി. മഹാന്മാരായ മനുഷ്യർ ജീവിക്കുന്നു, അവർ മരിച്ചു പോയാലും അവർ ജീവിക്കുന്നു. യമൂത്തുൽ മർഉ, മനുഷ്യർ മരിച്ചു പോകുന്നു, മഹാന്മാരായ മനുഷ്യർ മരിച്ചു പോകുന്നു. വൽ ആസാറു തഹ്യ, അവരുടെ അടയാളങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ ജീവിക്കുകയാണ്. വയബ്ഖാ ദിക്റുഹു തൂലസ് സമാനി, അവരുടെ സ്മരണകൾ ലോകത്ത് നിലനിൽക്കുന്നു. മഹാനായ ശൈഖുന ഈ ലോകത്ത് ജീവിച്ച് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ, ഒരുപാട് ഉസ്താദന്മാരുടെ ഉസ്താദ് എന്ന പദവിയിൽ ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തുകൊണ്ട് ലോകത്ത് എന്നും ഒന്നും മഹാനവറുകൾ ജീവിച്ചിരിക്കും. നാമും അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അടയാളപ്പെടുത്തലുകൾക്ക് വിധേയരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനവറുകളെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമുക്കും മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, മുശായിഖുമാർ, ഉസ്താദുമാർക്കെല്ലാം ലോകത്തുടനീളമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു അവൻ്റെ കാരുണ്യം വർഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.